ഹലോ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനൊരു മോയ്സ്ചറൈസറിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനാണ് വലിയ മേക്കപ്പ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോയ്സ്ചറൈസർ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലപോലെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഫേസിൽ നല്ലപോലെ ഈസി ആയിട്ട് തന്നെ അബ്സോർബ് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. നമ്മൾ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്ന പോലെ തന്നെ ലിപ്പും എപ്പോഴും നല്ലപോലെ നമ്മൾ കെയർ ചെയ്യണം കേട്ടോ. സോ മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഞാനൊരു ലിപ്പ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇത്. ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്നൊരു ഫൗണ്ടേഷൻ സ്റ്റിക്കാണ് ഇത്. പക്ഷേ ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ അത്ര ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തു പോകാനൊക്കെ ഇത് ധാരാളമാണ്. അപ്പോൾ ഞാനത് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഐബ്രോസ് ജസ്റ്റ് ഫില്ല് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മൾ മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ ഐബ്രോസ് കോംബ് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കും കാണാൻ. നമ്മൾ എപ്പോഴും നല്ലൊരു നാച്ചുറൽ ഫീൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളത് കോംബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴെയൊന്നും എഴുതുന്നില്ല കേട്ടോ, ജസ്റ്റ് മേലെ മാത്രം ലൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. കാരണം താഴെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര നന്നായിട്ട് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. ആൻഡ് മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ നല്ലപോലെ മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ചീക്ക് ടിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ഈ ചീക്ക് ടിൻറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചീക്ക് ടിൻറ്റ് നമുക്ക് ലിപ്പിൽ യൂസ് ചെയ്യാമെന്നല്ല അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ലിപ്പിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത്ര നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ചീക്കിൽ ഇതൊരു ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാൻ അടിപൊളിയാണ്. നമുക്കൊരു ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യാതെ ജസ്റ്റ് ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബോറായിരിക്കും കാണാൻ. പക്ഷേ ലൈറ്റായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാണാൻ. ഈ ഒരു പ്രൊഡക്റ്റും ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിലുള്ളൊരു ചീക്ക് ടിൻറ്റാണ് കേട്ടോ ഇത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റെപ്പാണ് ലിപ്സ്റ്റിക്ക്. ഈ ഒരു ലിപ് ഷെയ്ഡ് ഓൾസോ ഞാൻ പർച്ചേസ് ചെയ്തത് സ്റ്റുഡിയോയിൽ നിന്നാണ്. ഇത് നല്ലൊരു ഷെയ്ഡാണ്, പക്ഷേ ഇതത്ര ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ഷെയ്ഡ് കൂടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും നല്ലപോലെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു രണ്ട് കളേഴ്സും കൂടെ ഒരു നല്ല മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു ഷെയ്ഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞാൻ എൻ്റെ ഹെയർ കോംബ് ചെയ്ത് കെട്ടുന്നൊന്നുമില്ല, ജസ്റ്റ് ഫ്രീ ഹെയർ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ വിചാരിച്ചു ആദ്യം ജസ്റ്റ് കെട്ടി വെക്കാമെന്നൊക്കെ, പക്ഷേ അവസാനം ഞാൻ തീരുമാനിച്ചത് ഫ്രീ ഹെയർ ഇട്ടിട്ട് തന്നെ പോകാമെന്നാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബൈ.